വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്. ചെറിയ ട്രിപ്പ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശ്രീറാം സ്റ്റാച്ചു കാണാനായിട്ടാണ്. അത് നമ്മുടെ സൗത്ത് ഗോവയിലെ കണാകുണ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അടുത്തിടെയാണ് നമ്മുടെ നരേന്ദ്രമോദി അതിന്റെ ഉദ്ഘാടനമൊക്കെ ചെയ്തത്. അപ്പോൾ ഗോവയിൽ വന്നിട്ട് അതൊന്ന് കണ്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതി നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ 11:30 മണിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് ഒരുപാട് തിരക്കെന്നാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയം നോക്കി പോയതാണ്. ഈ ഒരു ശ്രീറാം സ്റ്റാച്ചു നമ്മുടെ എൻട്രൻസിൽ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. കാരണം അത്രത്തോളം ഭംഗിയും വലുതുമാണിത്. അപ്പോൾ 11:30 മണി സമയം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ വെയിലിൻ്റെ ചൂട് എത്രത്തോളം ആണ്. പക്ഷേ നമുക്ക് ഈ ഒരു സ്റ്റാച്ചു കണ്ടാലുണ്ടല്ലോ വെയിലൊന്നും ഒന്നുമല്ല, അത്രത്തോളം ഭംഗിയായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ മേളിലോട്ട് തന്നെ ആയിരിക്കും നമ്മുടെ കണ്ണ്. പിന്നെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൽ നിന്ന്. എന്നാൽ പിന്നെ ഞാനും കുറച്ച് ഷോ ഒക്കെ ആവാമെന്ന് കരുതി ഞാനും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതിനോട് ചേർന്ന് തന്നെ ഒരു മഠം കാണാം. ഇതും കുറച്ച് നാളായിട്ടേ ഉള്ളൂ നിർമ്മിച്ചിട്ട്. അപ്പോൾ പിന്നെ ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് ഈ ഒരു മഠവും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി നമ്മൾ പോവാണ്. നല്ല തിരക്കുണ്ടായിരുന്നു ആ ഒരു മഠത്തിൽ. അങ്ങനെ നമ്മൾ മഠത്തിനകത്തോട്ട് കയറി. നമ്മൾ പുറത്തേ ചൂടിന്ന് വന്നതുകൊണ്ട് തന്നെ അകത്ത് നല്ലൊരു തണുത്ത അന്തരീക്ഷമായിരുന്നു. അതുമാത്രമല്ല ഇതിനകത്തെ ചിത്രപ്പണികൾ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത അത്രയും ഭംഗിയിലുള്ളതായിരുന്നു. ഈ ഒരു മഠത്തിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ. നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് കൺഫ്യൂഷൻ ആവും, അത്രത്തോളം ഉണ്ട്. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കോർണേഴ്സാണുള്ളത്. അപ്പം നമ്മളിങ്ങനെ ഓരോ കോർണേഴ്സും തപ്പി നടക്കുവാണ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. പിന്നീട് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ നല്ലൊരു ആറ് കാണാമായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. നമ്മുടെ കല്ലട ആറിൻ്റെ കൂട്ടൊക്കെ ഉള്ളൊരു ആറാട്ടോ. നമ്മുടെ നാട്ടിലെ ആറിൻ്റെ അതേ ഒരു സിമിലായിട്ടുള്ള ആറാണ് ഈ കാണുന്നത്. ഇവിടെ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് പിള്ളേർ കുറേ വാശി പിടിച്ചു. പക്ഷെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട്, നല്ല വെയിലായതുകൊണ്ട് പിന്നെ പിള്ളേരെ ഇറക്കിയില്ല. ഇവിടുന്ന് പോവാണ്. ഇത് പറഞ്ഞാൽ ഒരുപാട് ചിത്രപ്പണികളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടാലും തീരത്തില്ല. എല്ലാം അത്രയ്ക്കും ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. നമ്മളിനി പുറത്തോട്ട് പോവാണ്. ഫുള്ള് കണ്ടു കഴിഞ്ഞു പിള്ളേരുടെ ക്ഷമ നല്ല ദാഹം ഉണ്ടെന്ന് പറയുന്നത്. വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് പോവാണ്. എന്താ പറയാ, പോകാനേ തോന്നില്ല. നമ്മളിത് മഠത്തിൻ്റെ എൻട്രൻസ് കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ഡെമോ എന്ന് പറഞ്ഞാൽ. ഇതെന്ന് വെച്ചാൽ ഭാവിയിൽ ഈ ഒരു മഠം അതിൻ്റെ ചുറ്റുപാടും എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് ഇപ്പോഴേ കാണിച്ചു തരുന്ന ഒരു സംഭവമാണിത്. ഇതിനടുത്ത് പോയി ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ടതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ഫുഡ് അടിക്കാനായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. പോകുന്ന വഴി നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടങ്ങ് ചാടി ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ്. മേളത്തെ നിലയിലാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. അതിരാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഒട്ടും ക്ഷമയില്ലാത്ത പോലെ എല്ലാവരും ഇരിക്കുവാണ്. അങ്ങനെ എല്ലാവരും ഓരോ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിക്കാമെന്ന് കരുതി ഞാനും അവരും കൂടെ ഓരോ ഗോഷ്ടിയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശപ്പ് തലയ്ക്ക് പിടിച്ച് പ്രാന്താവെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല കേട്ടോ. നമുക്ക് ടൈം പോവട്ടെ എന്ന് കരുതി നമ്മൾ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാനും ചേട്ടനും ഓർഡർ ചെയ്തത് ബട്ടർ ചിക്കനും നാനും ആണ്. പിള്ളേരാണെങ്കിൽ ബിരിയാണി എന്ന് പറഞ്ഞ് നിൽക്കുമായതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഫുഡൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്.
പോകുന്ന വഴി നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ കലങ്കോട് ബീച്ചിൽ ഇറങ്ങി. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. സത്യം പറഞ്ഞാൽ ഈ ബീച്ചൊക്കെ കാണാൻ പകലിനെക്കാട്ടി നല്ലത് രാത്രി തന്നെയാണ് കേട്ടോ. ഒരുപാട് ലൈറ്റ് ഡെക്കറേഷൻസും ഒത്തിരി സംഭവങ്ങളും ഉണ്ട്. നമുക്ക് എത്ര നിന്നാലും മതിയാവാത്ത കൂട്ടുള്ള കളേഴ്സും ഡാൻസും ഒക്കെ ഉണ്ട് ഇവിടെ. ഈ ഒരു ഏരിയ കണ്ടു, ഇവിടെയാണ് ഒരുപാട് പേര് കപ്പിൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. നമ്മൾ നല്ല വെയിറ്റിങ്ങിലായിരുന്നു, കാരണം ഒരുപാട് പേരുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാനായിട്ട്. അങ്ങനെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളും ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ചു നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.